ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 29 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. ഈ ഫസ്റ്റ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഫ്രീ ട്രയൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അഥവാ നിങ്ങളുടെ ഓൾറെഡി ഫ്രീ ട്രയൽ എടുത്ത ആളാണെങ്കിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ നമ്പർ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ട്രയൽ നൽകുന്നതായിരിക്കും. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കോപ്പി ട്രേഡിങ്ങിൽ ഇപ്പോൾ ആവശ്യത്തിന് സ്ലോട്ടുകളുണ്ട്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. 1,00,000 രൂപ ട്രേഡിംഗ് ക്യാപിറ്റൽ പ്ലസ് നിങ്ങൾക്ക് സരോദയുടെ അക്കൗണ്ട്, ഈ രണ്ട് സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ കൂടുതൽ ബ്രോക്കേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ മാർക്കറ്റിൽ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നത്. കാരണം വീക്കിലി എക്സ്പയറി അവർ കുറക്കുകയാണ്. അപ്പം ഒരു വീക്കിലി എക്സ്പയറി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഡെവലപ്മെൻ്റ് ഒന്ന് സ്ലോ ആയതാണ്. എന്തായാലും നമ്പറോടുകൂടി എല്ലാ ബ്രോക്കേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. സോ അതുപോലെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് മറ്റ് കാര്യങ്ങൾ, കാരണം മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ മികച്ച ഒരു സമയമാണ്. കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല, ഒരു ടോക്കണായിട്ട് ഒരു അഡ്വാൻസ്, അതായത് കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത്, ഫർദർ ഫോൾ വരികയാണെങ്കിൽ കൂടുതൽ വാങ്ങിക്കുക. മാർക്കറ്റ് തിരിച്ച് കയറി പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഫുൾ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ലോഡ് ചെയ്ത് കാത്തിരിക്കുക, പിന്നീട് അത് മുകളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് മാറിയിട്ട് 24,500 മുകളിലേക്ക് കയറുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ 24,488 വരെ വന്നിരുന്നു. അതെവിടെയാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ 20-ഡേ EMA ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങിയാൽ പിന്നെ ഫർദർ താഴോട്ടായിരിക്കും യാത്ര എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇന്നലെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ചേട്ടാ 24,500 കട്ട് ചെയ്യാൻ കയറി വന്നതായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാകും 20 ഡേയ്സ് EMAയിൽ തട്ടിയിട്ട് മാർക്കറ്റ് ഫർദർ ഫോളാണ് ഉണ്ടായത്. പക്ഷേ ഇന്നലത്തെ ഓപ്പണിങ്ങിനേക്കാളും അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് സ്വിംഗ് ലോനേക്കാളും മുകളിലാണ് ഇന്നലെ ക്ലോസിങ് തന്നിട്ടുള്ളത്. ഫർദർ ഇവിടെ നിന്ന് താഴോട്ട് വരുമോ, അല്ല ഈ 20 ഡേയ്സ് EMA കട്ട് ചെയ്ത് മുകളിലോട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മറ്റൊരു ചലഞ്ച് വരുന്നത്, ഇൻ കേസ് മാർക്കറ്റ് കട്ട് ചെയ്ത് മുകളിലോട്ട് വന്നാലും ഈ ഒരു ട്രെൻഡ് ലൈൻ കടക്കുക എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. ഇവിടെ നിന്ന് ഫർദർ റിജക്ഷൻ വന്ന് താഴോട്ട് വരാനുള്ള ഒരുപാട് സാധ്യതകളാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ, ഒന്ന് ഈ ലൈൻ കട്ട് ചെയ്യണം, മറ്റൊന്ന് ഈ ലൈൻ കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാത്തു നിൽക്കുന്നുണ്ടാകും. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാരി വലിച്ച് ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. 1,00,000 കോടിയിലേറെ അവർ ഈ ഒറ്റ മാസം കൊണ്ട് സെല്ല് ചെയ്തു. ഇതിനകത്ത് വലിയൊരു വെല്ലുവിളിയുള്ളത്, നമ്മൾ കണ്ണടച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതുവരെയും എന്താ പറയുക, നമ്മൾ അതോറിറ്റീസ് പറഞ്ഞുകൊണ്ടിരുന്നത് റീറ്റെയിൽ FNOയിൽ റീറ്റെയിലേഴ്സിൻ്റെ 1,00,000 കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട്. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും വീട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത് എന്ന കാര്യങ്ങൾ അത് സത്യമാണ്. കാരണം ഒന്നും അറിയാത്ത റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിലൂടെ അവർ കാശ് പോയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊണ്ടുവന്നു. അതുപോലെ വീക്കിലി എക്സ്പയറി എല്ലാം എടുത്തു കളഞ്ഞു. ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി എക്സ്പയറി എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നതോടുകൂടി ബാങ്ക് നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളിച്ചുകൊണ്ടിരുന്നത്. ഫോറിൻ ആയാലും ഡൊമസ്റ്റിക് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളിച്ചുകൊണ്ടിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. അവരതിനകത്ത് അത്യാവശ്യം കാശുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആ വീക്കിലി എക്സ്പയറി കളഞ്ഞതോടുകൂടി അവർക്ക് ബിസിനസ് ചെയ്യാൻ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ചെറിയ കാശിൽ വലിയ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഹെഡ്ജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നൊരു സ്ഥിതി വന്നു. അതോടുകൂടിയാണ് ഇവർ, മാത്രമല്ല ചൈനയുടെ പൊളിറ്റിക്സും ഉണ്ട്, അവരും നല്ല രീതിയിൽ ഇറങ്ങിക്കളിച്ചു. എല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്നും അറിയാതെ, അതായത് വർഷങ്ങളോളം ജോലി ചെയ്ത് കിട്ടിയ കാശൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിഷ്കളങ്കരായ, ഇന്ത്യൻ മാർക്കറ്റിനെ വിശ്വസിച്ച് ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് പാവങ്ങളുണ്ട്. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് പോലും എന്താണെന്ന് അറിയില്ല. അവർക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങേണ്ടതെന്ന് അറിയാം. അത് വാങ്ങിച്ച് അവിടെ ഓരോരുത്തർ
ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റിൽ വന്നവരൊക്കെ ഏകദേശം ഒരു 20 ലക്ഷം കോടി രൂപയോളം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഇടിവിലൂടെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് അവിടെ ലോസ് ബുക്ക് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഇവർ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവില്ല മാർക്കറ്റിൽ. ട്രേഡിംഗ് എന്ന പരിപാടി കംപ്ലീറ്റ്ലി അടിപതറും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവർ ഇതേപോലെ ഇങ്ങനെ സെല്ല് ചെയ്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം എന്താ പറയുക നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ റിക്കവറായിട്ട് 26,000-ലെത്തിയത്. ഏകദേശം ഒരു 3 to 4 years ഉണ്ട്. 2020 ജൂലൈ തൊട്ടാണ് തിരിച്ച് കയറിത്തത്. 7,600 സംതിങ് വന്നിട്ട് അവിടെ നിന്ന് 26,000 വരെ വന്ന 3 ഇരട്ടിയിലേക്ക് കയറിയത് ഇത്തരം വലിയ ബിഗ് പ്ലെയേഴ്സിനെ കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് കയറി വന്നത്. റീറ്റെയിലേഴ്സിനെ കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടാതിരിക്കുമ്പോൾ അവരിട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇടിയും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ വെല്ലുവിളി വരുന്നത് ഇതുവരെയും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാലും അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇടിഞ്ഞു, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റീജിയണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇടിഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇവരെ തിരിച്ചയക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അല്ലേ. കാരണം അവർക്ക് ടാക്സും ഇതൊക്കെ കൊടുത്ത് അവരെ പിണക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരത് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വന്നാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ ഇടിഞ്ഞ മാർക്കറ്റ് പെട്ടെന്നൊന്നും തിരിച്ചു കയറില്ല. അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മൾ നേരിടാൻ പോകുന്നത്. കൂടാതെ ട്രേഡ് ചെയ്യുന്നവർക്ക് ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ജപ്പാൻ്റെ മാർക്കറ്റിൽ 30 വർഷത്തിലേക്ക് ഒരു രീതിയിലും അതൊരു പ്രോഫിറ്റും ഒരു സ്റ്റോക്കിലും കൊടുത്തിട്ടില്ല എന്ന് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ജപ്പാനിലേത് അതേന്ന് തോന്നുന്നു. അതെ, 30 വർഷം കൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അവർക്ക് കാശില്ലായിട്ടൊന്നുമല്ല. കംപ്ലീറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഒരു പരിപാടി ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഗുണമല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയി. അത് അവിടുത്തെ ഗവൺമെൻറ്റുകൾ എടുത്ത ചില പോളിസികൾ കൊണ്ടാണ്. അപ്പോൾ അതേ സംഭവം തന്നെ മോസ്റ്റ് പ്രോബബ്ലി നമുക്കും ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഈ പോളിസികളിൽ മാറ്റം വന്ന് വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വളരെ കെയർഫുള്ളായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഫുൾ ടൈം ട്രേഡർ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും മന്ത്ലി സാലറി പോലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ വലിയ തിരിച്ചടിയാവും. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഭയങ്കരമായിട്ട് പൊട്ടാൻ തുടങ്ങും. 1-2 കമ്പനികൾ പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിലുള്ള വിശ്വാസം പോവും. റീറ്റെയിലേഴ്സ് കംപ്ലീറ്റ്ലി വിഡ്രോവൽ തുടങ്ങും. 1000 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് ചിലപ്പം 200-300 രൂപക്കൊക്കെ ആയിരിക്കും ആൾക്കാർ വിറ്റൊഴിവാക്കുന്നത്. കാരണം കിട്ടിയ കാശെടുക്കാന്നുള്ളത്. അങ്ങനെ ആരും പെട്ടെന്ന് സെല്ല് ചെയ്യരുത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അപകടം ഇതിൻ്റെ പുറകിൽ പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കെയർഫുള്ളായിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ഹ്യൂജ് ക്രോർസ് ആൻഡ് ക്രോസ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ലൈഫിൽ നമ്മളുടെ കംപ്ലീറ്റ് സേവിങ്സും സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഉള്ളതെങ്കിൽ, ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ, അതായത് ലാൻഡ്, ഗോൾഡ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ഇക്വിറ്റി, അങ്ങനെ ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ടും പ്രഷർ കൂടുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്തായാലും ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഭാരതി എയർടെൽ, അദാനി പവർ, സ്വിസ് ലോൺ, ഫെഡറൽ ബാങ്ക്, ക്വസ്റ്റ് കോർപ്പറേഷൻ, ജെൻസിസ്, ഇത്രയും കമ്പനികളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഗോൾഡിൻ്റെ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. 2,750 സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു. അതേപോലെ ഗോൾഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് സംഭവങ്ങൾ ഇടിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. ഇവിടുത്തെ പോളിസി ചേഞ്ച് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കായിട്ട് റീറ്റെയിലേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതോറിറ്റീസ് ഇത് പെട്ടെന്ന് കണ്ണ് തുറന്ന് അത് പാവപ്പെട്ട സാധാരണ, അതായത് ലൈഫ് ടൈം സേവിങ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ, ഇതുവരെയെന്ന് പറഞ്ഞാൽ FNO കളിക്കുന്നവരുടെ കാശായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. FNO കളിക്കാത്തവർക്ക്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഓക്കെ ഫൈൻ, അവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം മാർക്കറ്റ് നന്നായിട്ട് മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ 1 ലക്ഷം, അതായത് ലൈഫ് ടൈം സേവിങ് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ ഉണ്ടായ ആൾ അത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഇടിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ അയാൾക്ക് പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. $67.61 ആയിട്ടുണ്ട്. USD INR റേറ്റ് 84.07 ആയിട്ട് തന്നെ ഇങ്ങനെ തുടരുന്നുണ്ട്. ടാറ്റ പവർ കൊർലോച്ചു ഹൈഡ്രോ പവറിൻ്റെ 40% ഓഹരികൾ നേടിയെടുത്തിട്ടുണ്ട്. ടാറ്റ പവറിനും ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഫെഡറൽ ബാങ്കിൻ്റെ Q2 പ്രോഫിറ്റ്
ക്വാർട്ടർ ടു പ്രോഫിറ്റ് 11% ലാഭവർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിത്യ ബിർള സൺ ലൈഫ്, ആദിത്യ ബിർളക്ക് മിസ്സായിട്ടുണ്ട്. ഓക്കെ, ആദിത്യ ബിർള സൺ ലൈഫ് AMC പ്രോഫിറ്റ് 36% വർദ്ധിച്ചിട്ടുണ്ട്. JSW ഇൻഫ്രാസ്ട്രക്ചർ പ്രോഫിറ്റ് 46% വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ജിലറ്റ് ഇന്ത്യ പ്രോഫിറ്റ് 43% വർദ്ധിച്ചിട്ടുണ്ട്. ടാറ്റ പവറിന് ടീ ഇല്ല. ഓക്കെ, ടാറ്റ ടെക്നോളജീസ് മൂന്നാമത്തെ ക്വാർട്ടറും എന്താ പറയുക, പ്രോഫിറ്റിൽ ലാഭത്തിൽ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം 2% ലാഭത്തിൽ 2% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പ്രോഫിറ്റ് 19.4% ലാഭത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുസ്ലോൺ എനർജി പ്രോഫിറ്റ് 96% വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഭാരതി എയർടെൽ 3 ഇരട്ടിയായിട്ട് അവരുടെ ലാഭം വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ അദാനി പവർ അവരുടെ പ്രോഫിറ്റ് 50% ഇടിഞ്ഞിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഹൈലൈറ്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം ആരും മറക്കരുത്. ദെൻ US മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷായിട്ടാണ്. നിക്കി ജപ്പാൻ്റെ മാർക്കറ്റ് ബുള്ളിഷാണ്. ചൈനയുടെ ഒരെണ്ണം ഹാങ്സങ് ബുള്ളിഷാണ്, പക്ഷേ ഷങ്കായ് കമ്പോസിറ്റ് ബെയറിഷാണ്. ഇൻട്രാഡേയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,332 ഇന്ന് ഓപ്പൺ ആയത് 24,395, 63 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,379 ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും 16 പോയിന്റ് താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 24,400 പോലും കടന്നിട്ടില്ല, എന്നിട്ട് വേണം 24,500 എന്നുള്ളതാണ്. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA ഹോൾസെയിൽ ഇൻവെൻട്രീസ് മന്ത് ഓൺ മന്ത്, USA ഗുഡ്സ് ട്രേഡ്സ് ബാലൻസ്, USA JOLTS ജോബ് ഓപ്പണിങ്സ്, USA CB കൺസ്യൂമർ കോൺഫിഡൻസ്, ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ വോൾട്ടാസ്, വി-ഗാർഡ്, തിരുമലൈ കെമിക്കൽസ്, വക്രാങ്കി സത്യം പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി 50 ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. SBI കാർഡ്സ്, സ്റ്റാർ ഹെൽത്ത്, റെഡിങ്ടൺ, സോമനിക് സെറാമിക്സ്, മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ്, മാരുതി സുസുക്കി ഇന്ത്യ, മറിക്കോ, കിർലോസ്കർ ബ്രദേഴ്സ്, ഹഡ്കോ, ഗോദ്രേജ് അഗ്രോവെറ്റ്, സിപ്ല, കാനറ ബാങ്ക്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദെൻ അദാനി പോർട്സ്, ഇത്രയും സ്റ്റോക്കുകൾ, ഇത്രയൊന്നുമല്ല 300-ലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫെമിലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ ഫേമസ് ആണ് എന്ന് തോന്നുന്ന സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ റിസൾട്ടൊക്കെ അത് നോക്കി കണ്ടുപിടിക്കുക. ദെൻ FNO ബാനിൽ വന്നിരിക്കുന്നത് ഡിക്സൺ ആദ്യമായിട്ടാണ് FNO ബാനിൽ വന്നിരിക്കുന്നത്. എസ്കോട്ട്സ്, IDFC ഫസ്റ്റ് ബാങ്ക്, ഇന്ത്യ മാർട്ട്, LTF, മണപ്പുറം, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിവ് പോലെ 3,228 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ് കുറഞ്ഞിട്ടുണ്ട്. 1,400 കോടിയുടെ ബൈയിങ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1,827 കോടിയുടെ മൊത്തം നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ വരെ 1,783 കോടിയുടെ സെല്ലിംഗ് ആണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത്. 1,00,000 കോടിയുടെ മുകളിൽ കഴിഞ്ഞ, അതായത് 2024 സെപ്റ്റംബർ 31 വരെ ഏകദേശം 75 crores എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ സെല്ലിങ്. പക്ഷേ ഈ ഒരൊറ്റ മാസം കൊണ്ട് 1,01,000 കോടി വന്നു. എന്തായാലും 3,892 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇതുവരെയായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല സ്ഥലത്തും പണം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല. ഏതൊക്കെ സ്റ്റോക്കുകളാണ് കയറി വരുന്നത് എന്നുള്ളത് മണി കൺട്രോളിൽ എന്താ പറയുക, ഏറ്റവും നല്ല മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകളും അതേപോലെ ഏറ്റവും മോശം മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകളൊക്കെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും എവിടെയാണ് ഈ പണം പോയിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇന്നലത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,251 സ്റ്റാർട്ട് ചെയ്തിട്ട് 88 പോയിന്റ് ലാഭത്തിൽ 24,339 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് 617 പോയിന്റിൻ്റെ നഷ്ടമാണ്. അതേപോലെ ഈ മാസത്തിൽ 1,441
9 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നാരോ CPR ആണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു 14.29 അതുപോലെ പുട്ട് കോൾ റേഷ്യോ 0.85 ആണ് വന്നിരിക്കുന്നത്. അത് ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 30,24,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 84,24,000 ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 197 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റിക്ക് 25 പോയിന്റിന് നഷ്ടം ഉണ്ടാക്കി. സെൻസെക്സ് ആണെങ്കിൽ 351 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 76 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇനി ഒരു സപ്പോർട്ട് ഉള്ളത് 23,900 അവിടെ ടച്ച് ചെയ്യാതെ തിരിച്ച് കയറി വന്ന് 24,690 അതായത് 24,700 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആകും. പക്ഷേ 24,500 എന്നൊരു കടമ്പ ഇവിടെ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കടക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ 20 ഡേയ്സ് മൂവിങ് ആവറേജിൽ തന്നെ 20 ഡേയ്സ് മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ക്ലോസിംഗ് ഉള്ളത്. ഇന്നലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി, ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല, തിരിച്ചിറങ്ങിപ്പോയി. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പ്രീവിയസ് ഡേ ഹൈയിലാണ് റിജക്ഷൻ ഉണ്ടായത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ട് ഇന്നലെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച് അതേ സ്ഥലത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആണ്. ദെൻ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്ന 24,524 അതേപോലെ ഡേ ലോ ആണെങ്കിൽ 24,155 രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ല മൊമെൻറ്റം ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. ദെൻ ഇന്ന് നോട്ട് റേറ്റ് സോൺ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ CPRൻ്റെ ഹൈയും നോട്ട് റേറ്റ് സോണിൻ്റെ ലോയും കൂടി വരുന്ന ഈ ഒരു ചെറിയ നാരോ സോണാണ്. ഇവിടെ ഫ്രഷ് എൻട്രീസ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് 24,330 മുതൽ 288 വരെയുള്ള ഏകദേശം ഒരു 42 പോയിന്റിൻ്റെ ഒരു സോണാണ് നോട്ട് റേറ്റ് സോണായിട്ട് വന്നിട്ടുള്ളത്. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ ഈ ഒരു സോണിൽ 24,524 24,492 എന്ന ഒരു 32 പോയിന്റിൻ്റെ ഒരു സോണിൽ ഇവിടെ മാർക്കറ്റിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇൻ കേസ് മാർക്കറ്റ് ശരിക്കും പവർഫുള്ളായി കയറി പോവുകയാണെങ്കിൽ 24,698 വരെയും, അതായത് 24,700 മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. ആ രീതിയിലേക്കൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ കിട്ടിയേക്കാം. ഇത് ഗ്യാരണ്ടീഡ് അല്ല, ഞാൻ ഒരു ടെക്നിക്കലിൻ്റെ ബേസിൽ ഒരു എക്സ്പെക്റ്റേഷനാണ് പറയുന്നത്. സോ ആ സെൻസിൽ മാത്രം എടുക്കുക. ദെൻ ഇന്നത്തെ ഒരു സൂപ്പർ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് പ്രീവിയസ് ഡേ ലോ അഥവാ ഇന്നത്തെ ഡേ ലോ എന്നൊക്കെ പറയുന്ന ഈ ഒരു സോണിലാണ്. അതായത് 24,162 24,134 എന്ന ഈ ഒരു സോണിൽ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കും. 162 134 എന്ന് പറയുമ്പോൾ 28 പോയിന്റിൻ്റെ ഒരു സോണാണ്. ഈ സോണിന് ഡിസ്റ്റൻസ് ഗ്യാപ്പ് കുറയുമ്പം വളരെ പവർഫുള്ളായിരിക്കും. ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ എന്തായാലും 24,134 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് കയറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഒരു റെയർ കേസിൽ മാർക്കറ്റ് ഇന്ന് 23,911 വരെയും ടെസ്റ്റ് ചെയ്തേക്കാം. 23,900 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏത് ലെവലാണ്? ഈ ഒരു സപ്പോർട്ട് ലെവലാണ് 23,900 എന്നുള്ളത്. സോ അവിടെ വരെ ഇറങ്ങിപ്പോയേക്കാം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പോലും വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് കാണുന്നത്. സോ ലൈവ് മാർക്കറ്റിൽ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം. പ്രീമിയം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ആർക്കെങ്കിലും അതിനകത്ത് ഫ്രീ ട്രയൽ കിട്ടുന്നില്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തന്നാൽ അവർക്ക് ഫ്രീ ട്രയൽ നൽകുന്നതായിരിക്കും. ഉറപ്പായിട്ടും 10 ദിവസം 20 ദിവസം. എനിക്ക് ആ സമയത്ത് തന്നെ മൗസ് ക്ലിക്കിൽ വരുന്ന കലണ്ടർ ഡേറ്റ് ഏതാണോ അതാണ് അവർക്ക് ഫ്രീ ട്രയലായിട്ട് കൊടുക്കുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക് ട്രേഡിങ് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷൻസ് മാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ നമുക്ക് ആക്റ്റീവായിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസും കൂടി ചെയ്യേണ്ടതാണ്. കാരണം അടുത്ത മാസം മുതൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻ കൂടി കവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊണ്ടുപോകാൻ പറ്റും.
പിന്നെ നമ്മൾ പതിവ് ചെയ്തുകൊണ്ടിരുന്നത് പോലെയുള്ള സ്വിംഗ് ട്രേഡുകൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ എല്ലാം കൂടി അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കോപ്പി ട്രേഡിങ്ങിന് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ വളരെ ഈസിയാണ്. സെറോദ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 1,00,000 രൂപ ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ഈ മാസം തീരാറായില്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.